അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കഥ കേൾക്കാൻ ഏറെ ഇഷ്ടമായ എൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരു കൊച്ചു കഥയുമായിട്ടാണ് ജൈങ്കസിന്റെ പ്രൗഢമായ വേദിയിൽ ഞാൻ വന്നിട്ടുള്ളത്. അങ്ങ് ദൂരെ ബനു ഇസ്രായേൽ ഒരു കൊച്ചുകുടിൽ, അതിനുള്ളിൽ ദരിദ്രരായ ഒരു വൃദ്ധ ദമ്പതികൾ അല്ലാഹുവിലേക്ക് ഇബാദത്തുമായി ജീവിച്ചു പോകുകയായിരുന്നു. അവർക്കൊരു കുഞ്ഞു മകനുമുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ആബിദായ വൃദ്ധൻ മരണാസന്നനായി. അപ്പോൾ തൻ്റെ അടുത്തുണ്ടായിരുന്ന പുതുതായി പിറന്ന പശുക്കിടാവിനെ അദ്ദേഹം കാട്ടിൽ വെച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: അല്ലാഹുവേ, എൻ്റെ മകൻ വലുതാകുന്നത് വരെ ഇതിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ഈ പശുക്കിടാവിനെ നിന്നെ നോക്കണേ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആബിദായ മനുഷ്യൻ അല്ലാഹുവിലേക്ക് യാത്രയായി. കാലങ്ങൾ കഴിഞ്ഞുപോയി. കൊച്ചുബാലൻ വളർന്നു വലുതായി. അവൻ എന്നും കാട്ടിലോട്ട് വിറക് വെട്ടുവാൻ പോകുമായിരുന്നു. വിറക് വിറ്റു കിട്ടിയ കാശ് 3 ഭാഗിക്കും. അതിലൊരു ഭാഗം ഭക്ഷണത്തിനും മറ്റൊരു ഭാഗം സ്വതക്ക നൽകാനും ബാക്കിയുള്ളത് ഉമ്മാക്കും നൽകുമായിരുന്നു. മാത്രമല്ല രാത്രിക്കത് 3 ഭാഗിക്കുമായിരുന്നു. അതിലൊരു ഭാഗം ഉറക്കിനും മറ്റൊരു ഭാഗം അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുവാനും അവസാനത്തെ ഒരു ഭാഗം ഉമ്മാക്ക് ഹിദ്മത്തുമായി കൊടുക്കും. അങ്ങനെ ഇരിക്കെ നമ്മുടെ ആബിദായ ബാലനെ മാതാവ് അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു: മോനെ, നിന്റെ ഉപ്പ മരിക്കുന്നതിന് മുമ്പായി നിന്റെ ഒരു അനന്തര മുതലായി ഒരു പശുക്കിടാവിനെ കാട്ടിലോട്ട് അയച്ചിട്ടുണ്ട്. നീ അവിടെ പോയി ഇങ്ങനെ പറയണം: എല്ലാ അമ്പിയാക്കളുടെയും ഇലാഹായ റബ്ബേ, എനിക്ക് ആ പശുക്കിടാവിനെ തിരിച്ചു നൽകണമേ എന്ന്. മഞ്ഞ പശു, കാണാനയകുള്ള വലിയ പശുവാണ് കേട്ടോ, അടയാളമായി പറഞ്ഞു കൊടുത്തു. മാത്രമല്ല ഒരു ഉപദേശം കൂടി നൽകി: നീ ഒരിക്കലും അതിന്റെ പുറത്ത് കയറിയിരിക്കരുത്. ഉമ്മ പറഞ്ഞത് മാത്രം കേൾക്കുന്ന ആബിദായ ബാലൻ കാട്ടിൽ പോയി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. കാടുകളെല്ലാം ഇളകി മറഞ്ഞു. മരങ്ങൾ ചാഞ്ഞു വീഴുവാൻ തുടങ്ങി. അതിനുള്ളിൽ നിന്ന് മഞ്ഞ പശു, കാണാനയകുള്ള വലിയ പശു ആദ്യം തന്നെ ആബിദായ ബാലനോട് പുറത്ത് കയറിയിരിക്കുവാൻ പറഞ്ഞു. ഉമ്മ പറഞ്ഞതിനെതിര് ചെയ്യുമോ? പറ്റില്ല, പുറകെ നടന്നു വന്നോളാം. അങ്ങനെ ഒടുവിൽ അവർ വീട്ടിൽ മുറ്റത്തെത്തി. മകന്റെ അനന്തര മുതലെ കണ്ട് ഉമ്മ ഏറെ സന്തോഷിച്ചു. അതിനെ 3 ദീനാറിന് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുവാനും പറഞ്ഞു. ഒരു അപരിചിതൻ 6 ദീനാറിന് വാങ്ങാമെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. 6 ദീനാറോ? ഉമ്മ 3 ദീനാറിനെ പറഞ്ഞിട്ടുള്ളത്. ഉമ്മയുടെ അടുത്തേട്ട് പോയി സമ്മതം ചോദിച്ചു വന്നപ്പോഴേക്കും 6 10 കൂട്ടിയിരുന്നു. വീണ്ടും ഉമ്മയുടെ സമ്മതത്തിന് വേണ്ടി വീട്ടിലോട്ട് പോയപ്പോൾ ഉമ്മ പറഞ്ഞു: അത് വെറും ഒരു അപരിചിതനാവാൻ സാധ്യതയില്ല, അതൊരു മലക്കാകാനാ സാധ്യത. കൂട്ടുകാരെ, അത് ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു അങ്ങോട്ട് വന്നിരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നീ പോയി ചോദിക്കണം ആ പശുക്കിടാവിന് എന്ത് ചെയ്യണമെന്ന്. ഉമ്മ പറഞ്ഞത് മാത്രം കേൾക്കുന്ന ആബിദായ ബാലൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പോയി ചോദിച്ചു: ഈ പശുക്കിടാവിനെ എന്തു ചെയ്യണം? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു: ഇതിനെ ഇപ്പോൾ വിൽക്കരുത്. ബനു ഇസ്രായേലിൽ ഒരു കൊല നടക്കുകയും അന്ന് ഈ പശുവിനെ തെളിക്കുവാൻ ആവശ്യം വരികയും അന്ന് നിങ്ങൾക്ക് തോൽ നിറയെ ദീനാർ ലഭിക്കുകയും ചെയ്യും. കാലക്രമേണ ബനു ഇസ്രായേലിൽ ഒരു കൊല നടക്കുകയും അന്ന് ഈ പശുവിനെ തെളിക്കുവാൻ ആവശ്യം വരികയും തോൽ നിറയെ ദീനാർ ലഭിക്കുകയും ചെയ്തു. പണ്ട് ബനു ഇസ്രായേലിലെ ദരിദ്രരായവർ പിന്നെ ബനു ഇസ്രായേലിലെ ദരിദ്രരായി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? പടച്ച റബ്ബിനെ ഉറച്ചു വിശ്വസിച്ച് ഉമ്മയുടെ വാക്കുകൾ അനുസരിച്ചതിന് കിട്ടിയ സമ്മാനമാണിത്. നമ്മുടെ ജീവിതവും പടച്ച റബ്ബ് അല്ലാഹുവിനെ ഉറച്ചു വിശ്വസിച്ച് ഉമ്മയുടെ വാക്കുകൾ അനുസരിച്ചതുള്ളതാക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു കൊച്ചു കഥ വിരാമം. അസ്സലാമു അലൈക്കും.